നിർബന്ധമായ ചില വസിയത്തുകളെ സംബന്ധിച്ച് ഇസ്ലാം നമ്മളോട് പഠിപ്പിക്കുന്നുണ്ട്. ഒരാൾക്കൊരു കടമുണ്ട്, കുറച്ച് സംഖ്യ കടം കൊടുക്കാനുണ്ട്, അത് എവിടെയും രേഖപ്പെടുത്തി വെച്ചിട്ടൊന്നുമില്ല. നമ്മൾക്ക് ഒരാളുമായി കടബാധ്യതയുണ്ടെങ്കിൽ അത് നമ്മുടെ ബന്ധുക്കളോട്, മക്കളോട്, ഭാര്യയോട് അത് വസിയത്ത് ചെയ്യണം. ഞാൻ ഇന്ന ആൾക്ക് ഇത്ര രൂപ കടം കൊടുക്കാനുണ്ട്, ഞാൻ ആൾക്ക് കൊടുക്കാനുണ്ട് എന്ന്. എന്തുകൊണ്ടെന്നാൽ നമുക്കറിയാം ഏത് സമയത്തും നമ്മൾ മരണപ്പെട്ടു പോകും, ഏത് സമയത്തും നമ്മുടെ സംസാരശേഷി ഇല്ലാതെയായി പോകും, ഏത് സമയത്തും നമ്മുടെ ഓർമ്മശക്തി ഇല്ലാതെയായി പോകും. അതുകൊണ്ടാണ് ഇസ്ലാം പറഞ്ഞത്, നിങ്ങൾ കടമിടപാടുകൾ ഉണ്ടെങ്കിൽ അത് വസിയത്ത് ചെയ്യണം, അത് കൊടുക്കണം. ബന്ധുക്കൾക്ക് പിന്നെ കൊടുക്കാൻ കഴിയില്ല. ഞാൻ കൊടുക്കാനുള്ള കടം വസിയത്ത് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ മരണപ്പെട്ടതിന്റെ ശേഷം, അല്ലെങ്കിൽ എൻ്റെ ഓർമ്മശക്തിയോ സംസാരശേഷിയോ നഷ്ടപ്പെട്ടതിന്റെ ശേഷം ഒരാൾ വന്നിട്ട് പറയുന്നു ഇത്ര എനിക്ക് തരാനുണ്ട് എന്ന് പറഞ്ഞാൽ എന്റെ ബന്ധുക്കൾക്ക് അത് കൊടുക്കാൻ കഴിഞ്ഞു കൊള്ളണം എന്നില്ല, അവരത് വിശ്വസിച്ചു കൊള്ളണമെന്നില്ല. ആ ഒരു പ്രയാസങ്ങളെല്ലാം ദൂരീകരിക്കാൻ വേണ്ടിയാണ് വസിയത്ത് ചെയ്യണം എന്ന് ഇസ്ലാം നിർബന്ധമാണ് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുപോലെ കഫാറത്ത്, പ്രായശ്ചിത്തം കൊടുക്കാനുണ്ട്. പരിശുദ്ധ റമദാനിലെ കുറച്ച് നോമ്പുകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, അസുഖം കൊണ്ട് നഷ്ടപ്പെട്ടതാണ്, അത് വീണ്ടെടുക്കാൻ കഴിയാത്തതാണ്. അതിന് പ്രായശ്ചിത്തം കൊടുക്കേണ്ടതുണ്ട്, അത് കൊടുത്തിട്ടില്ല, കൊടുക്കണമെന്ന് ബന്ധുക്കളോട് വസിയത്ത് ചെയ്യണം. സകാത്ത് കണക്ക് അനുസരിച്ച് അതാ രേഖപ്പെടുത്തി കൂട്ടി വെച്ചിട്ടേ ഉള്ളൂ, കൊടുത്തിട്ടില്ല. ഇത്ര രൂപ ഞാൻ സകാത്ത് കൊടുക്കാനുണ്ട് എന്ന് കുടുംബത്തോട് വസിയത്ത് ചെയ്യണം, അത് നിർബന്ധമാണ് എന്നാണ് ഇസ്ലാം നമ്മളോട് പറയുന്നത്. അതുപോലെ വേറൊരു വസിയത്ത്, നിർബന്ധമായ മറ്റൊരു വസിയത്താണ് അനന്തരാവകാശിയിൽ നിന്ന് ഒരാൾ മരണപ്പെട്ടു പോയി അവരുടെ അവകാശികൾ ബാക്കിയുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ, ഒരാൾക്ക് മൂന്നോ നാലോ മക്കളുണ്ട്, അനന്തരാവകാശം എടുക്കുന്ന തന്റെ മക്കൾ. അയാളുള്ള സമയത്ത് തന്നെ ഒരു മകനങ്ങ് മരിച്ചുപോയി, അയാൾക്ക് ആ മരിച്ച മകനിക്കാണെങ്കിൽ കുട്ടികളുമുണ്ട്. ഇസ്ലാമിക ശരീഅത്ത് അനുസരിച്ച് മരിച്ച മകന്റെ മക്കൾക്ക് അവിടെ സ്വത്തിന് അവകാശമില്ല. നമുക്കും തോന്നിപ്പോകും എന്തൊരു നിയമമാണ് ഇതിന്. ഇസ്ലാം വിമർശകരായ ആൾക്കാര് പറഞ്ഞു ആക്ഷേപിക്കുന്ന, വിമർശിക്കുന്ന ഒരു ഭാഗമാണത്. ഒരു മകൻ മരിച്ചു എന്നതിന്റെ പേരിൽ സ്വത്തവകാശം നിഷേധിക്കുന്ന നിയമമാണ് ഇസ്ലാമിന് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിന് നേരെ കുതിര കയറാൻ വരുന്ന ഒരു രീതി പലപ്പോഴും നമ്മൾ സോഷ്യൽ മീഡിയയിലെല്ലാം കാണുന്നുണ്ട്. എന്തുകൊണ്ട്? ഇസ്ലാമിന്റെ നിയമവ്യവസ്ഥകളെ സംബന്ധിച്ച് ബാലപാഠം പോലും ഇല്ലാത്തതാണ് അതിന്റെ കാരണമെന്ന് നമ്മൾ തിരിച്ചറിയണം. ഇസ്ലാം പറയുന്നത് അനന്തരാവകാശം നിർബന്ധമായി കൊടുക്കണമെന്ന് പറഞ്ഞ പടച്ചോൻ തന്നെ പറയുന്നുണ്ടോ, നിങ്ങൾ നിർബന്ധമായി കൊണ്ട് വസിയത്ത് ചെയ്യണം എന്ന്. ഇവിടെ ഇങ്ങനെയുള്ള ഒരു സമയത്ത്, ഇങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ നിർബന്ധമായി കൊണ്ട് വസിയത്ത് ചെയ്യണം എന്ന് ഇസ്ലാം നമ്മളോട് പറയുന്നു. നിർബന്ധമായ വസിയത്താണ് അവിടെ ചെയ്യുന്നത്. അവർക്ക് സ്വത്തവകാശം ഇല്ലെങ്കിലും അവർക്ക് ലഭിക്കണം. ഈ പിതാമഹൻ അവർക്ക് വേണ്ടി വസിയത്ത് ചെയ്യൽ നിർബന്ധമാണെന്ന് പരിശുദ്ധ ഇസ്ലാം. ഏതുപോലെ കുതിബ അലൈക്കുമുസ് സിയാം, നിങ്ങളുടെ മേൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടു എന്ന് അല്ലാഹു തആല പറഞ്ഞ അതേ വാക്കുപയോഗിച്ചുകൊണ്ട് കുതിബ അലൈക്കുമുൽ ഖിസാസ്, പ്രതിക്രിയ നിങ്ങളുടെ മേൽ നിർബന്ധമാക്കപ്പെട്ടു എന്ന് പറഞ്ഞതുപോലെ അതേ വാക്കുപയോഗിച്ചുകൊണ്ട് കുതിബ അലൈക്കും ഇദാ ഹദറ അഹദകുമുൽ മൗതു ഖൈറുൽ വസിയ്യ, നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു നിങ്ങൾക്ക് വസിയത്ത് ചെയ്യല് എന്ന്. എന്നിട്ട് ആ ആയത്ത് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഹഖ്ഖൻ അലൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് അത് ബാധ്യതയാണ് ആ പൗത്രന്മാർക്ക് വേണ്ടി വസിയത്ത് ചെയ്യൽ എന്ന് ഇസ്ലാം നമ്മളോട് പറയുന്നുണ്ട്. എന്നിട്ട് അത് പറയുന്നതെന്ന് മാത്രമല്ല, എന്നിട്ട് ഈ വസിയത്ത് ചെയ്ത ആളോട് അല്ലാഹു തആല വാഗ്ദത്തം നൽകുക, ഒരു വാണിംഗ് കൊടുക്കുകയാണ്. ആ സാക്ഷികൾ വേണം അതിന്. ഈ വസിയത്ത് ചെയ്യുമ്പോൾ സാക്ഷികൾ വേണം. ഈ സാക്ഷികളായ ആൾക്കാരോട് ഒരു വാണിംഗ് കൊടുക്കുന്നു അല്ലാഹു തആല, നിങ്ങളത് മാറ്റി പറയരുത് കേട്ടോ. നിങ്ങൾ ആ വസിയത്തിൽ എന്തെങ്കിലും ഒരു താല്പര്യം കൊണ്ട് നിങ്ങൾ അതിന് മാറ്റം വരുത്താൻ പാടില്ല. അല്ലാഹു തആല പറയാണ്, ഫമൻ ബദ്ദലഹു ബഅദമാ സമിഅഹു ഫഇന്നമാ ഇസ്മുഹു അലല്ലദീന യുബദ്ദിലൂനഹു, ആരാണോ അതിന് മാറ്റം വരുത്തുന്നത് അവർക്ക് അതിന്റെ കുറ്റമുണ്ട് പടച്ച തമ്പുരാന്റെ അടുക്കൽ നിന്ന്. അതുകൊണ്ട് അത് മാറ്റിയിട്ട് നിങ്ങൾ രക്ഷപ്പെട്ട് കളയാമെന്നൊന്നും മനസ്സിലാക്കണ്ട. അത് കൃത്യമായി കൊണ്ട് നിങ്ങൾ സാക്ഷികളാണ്, നിങ്ങൾ അതിന് സാക്ഷിത്വം പറയണം എന്ന് മാത്രമല്ല 2 ദിവസത്തിന്റെ ഉള്ളിൽ അത് രേഖയാക്കണം എന്നതാണ് റസൂല് പറഞ്ഞത്.
2 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ചെയ്ത വസിയത്ത് രേഖയാക്കി വെക്കണം. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ആ വാക്ക് റസൂൽ പറഞ്ഞതിന്റെ ശേഷം ഞാൻ എന്തെങ്കിലും വസിയത്ത് ചെയ്താൽ 2 ദിവസത്തിൽ കൂടുതൽ ഞാൻ രേഖയാക്കാതെ കിടന്നുറങ്ങിയിട്ടില്ല എന്ന്. നിങ്ങൾ ആലോചിച്ച്